വീണ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു. കൊച്ചി യൂണിറ്റാണ് കേസെടുത്തത്. ഇതോടെ ഏത് സമയവും എന്ത് നടക്കാമെന്ന അവസ്ഥ കേരളത്തിലുണ്ടാവുകയാണ്. ഈ വിഷയത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിലാണ്. ഇവരുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസെടുക്കുന്നത്. ഇതോടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലേക്ക് പോലും ഇ ഡിക്ക് കടക്കാനാകും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഇ ഡി എന്ത് നടപടിയെടുക്കുമെന്നാണ് നിർണായകം. നേരത്തെ SFIO അന്വേഷണത്തിനെതിരെ വീണ വിജയൻ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു. SFIO അന്വേഷണം നേരിടുന്നവരെല്ലാം ഇ ഡി കേസിന്റെ പരിധിയിൽ വരും. അതായത് വീണ വിജയനും കരിമണൽ കർത്തയും അടക്കമുള്ളവർ കേസിന്റെ ഭാഗമാകും. വീണ വിജയന്റെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയവരും അന്വേഷണത്തിൽ വരും. അതുകൊണ്ട് തന്നെ അതിനിർണായകമാണ് ഈ കേസ്. വീണ വിജയനെ ഇ ഡി ചോദ്യം ചെയ്യുമോ എന്നതും നിർണായകമാണ്. പൊതുമേഖലാ സ്ഥാപനമായ KSADCയിലേക്കും ഇ ഡി എത്തും. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനും നിർണായകമാണ് ഈ കേസ്. 10 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ നിർണായക നീക്കങ്ങൾ കേന്ദ്ര ഏജൻസി നടത്തുമെന്ന് സൂചനകളുണ്ടായിരുന്നു. ഇതിനിടെയാണ് പുതിയ നീക്കം. വീണ വിജയൻ ഉൾപ്പെടുന്ന മാസപ്പടി കേസിൽ ആദായനികുതി വകുപ്പിന്റെയും അന്വേഷണം വരും. പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം നടപടികളിലേക്ക് കടക്കുകയാണ് ഇ ഡി. കൊച്ചി യൂണിറ്റിൽ ECIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇതിനൊപ്പമാണ് ആദായനികുതി വകുപ്പും ഇടപെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ആദായനികുതി വകുപ്പ് കേസിൽ ഇടപെടുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങളാണ് ഉണ്ടാക്കുക. വിശേഷിച്ചും കേന്ദ്ര ഏജൻസികളെ വിവിധ സംസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ കേന്ദ്രം ഉപയോഗിക്കുന്നു എന്ന ആരോപണം കേരളം അടക്കം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഇത് തെരഞ്ഞെടുപ്പിലും ശക്തമായ വിഷയമായി തീരുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. കരിമണൽ കമ്പനിയുമായി മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഉടൻ ചോദ്യം ചെയ്തേക്കില്ലെന്ന് സൂചനകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നീക്കവും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ലെന്നായിരുന്നു അന്ന് പുറത്തു വന്ന വിവരം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തുടർ നടപടികളിലേക്ക് പോകാനുള്ള തീരുമാനവും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. കരുവന്നൂരിൽ അതിവേഗ അന്വേഷണം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകിയ സാഹചര്യത്തിലാണ് ഇത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കടുത്ത നടപടികൾക്ക് സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിൽ തന്നെയാണ് CPM.